ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിൻ്റെ ഓഫീസിൽ നിന്നും അവിടുത്തെ ഒരു സ്റ്റാഫിനെ വെച്ച് ഈ പറയുന്ന ജ്യോതിർമയി ആ ഒരു ഫയൽ എടുക്കണം കേട്ടോ. അതായത് ആ ടെൻഡറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് ഫുള്ള് എടുക്കണം കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് CKCയോട് വരാൻ പറയുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ നിർമ്മല ഗ്യാസ് ലീക്കാക്കി ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ സമയം ജ്യോതിർമയെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിർമ്മല വീണ്ടും ആ ഗ്യാസും കുറ്റി പിറകോട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ ജ്യോതിർമയിലോട്ട് ഓടിച്ചെല്ലാണ് ഈ പറയുന്ന CKC. അങ്ങനെ CKC ചോദിക്കുകയാണ്, നീ എന്തിനാ എന്നോട് ഇത്ര പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അതെ, അവൻ്റെ ആ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ ആ ടെൻഡറിൻ്റെ ആ ഡീറ്റെയിൽസ് അത് ഫുള്ളായി എൻ്റെ കയ്യിൽ കിട്ടി. അതെങ്ങനെ കിട്ടി? ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കയ്യിലെടുത്തിട്ടുണ്ട്. അവന് എനിക്ക് എല്ലാം നേടിത്തന്നു എന്ന് പറഞ്ഞിട്ട്, വേണമെങ്കിൽ എനിക്ക് കേൾക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗതമിൻ്റെ കമ്പനിയിലെ മാനേജർ ഉണ്ടല്ലോ, അയാൾക്ക് വിളിക്കാൻ കേട്ടോ. എന്നിട്ട് അയാളോട് ചോദിക്കണം, അതെ, എന്തായി ആ ഡീറ്റെയിൽസ് നിൻ്റെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്തായാലും അത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കണം. എത്തിക്കാം, എന്തായാലും അതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ പറയാം കേട്ടോ. എന്നാൽ ഈ സമയം CKC ഹട്ടഹസിച്ച് ചിരിക്കാൻ, എൻ്റെ ജ്യോതി, നീ ഇത്രയും വലിയ മിടുക്കത്തിയാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല. ഇത്ര പെട്ടെന്ന് നീ ആ ഒരു ടെൻഡർ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലെത്തി. പക്ഷേ ഇത് ഇങ്ങനെയല്ല കളിക്കേണ്ടത്. ഇതെടുത്തത് കാർത്തികാണെന്ന് പറയും. അപ്പോൾ കാർത്തികിനെ ഇനി നമുക്ക് തട്ടിക്കൊണ്ടുപോകാം. അതെന്തിനാണ് കാർത്തികിനെ തട്ടിക്കൊണ്ടുപോകുന്നു? കാർത്തികിൻ്റെ കയ്യിൽ ഈ ഡീറ്റെയിൽസ് ഇരിക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു കണക്കും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ തോൽപ്പിക്കാമല്ലോ. അയ്യോ, അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ പറയുന്ന ഈ ഫയൽ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കാർത്തികിനെ മിസ്സാക്കണം. പിന്നീടുള്ള കഥ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അത് കേട്ടോടെ ഓ അങ്ങനെയല്ലേ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാർത്തികിനെ എന്ത് പറയണം, ഇവിടെ ഗൗതമാണ് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ള ആ ഒരു ലെവലിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കണം. ഗൗതം ആ സമയം അവിടെ എത്തണം. എന്നിട്ട് നിങ്ങൾ ഡൽഹിയിലോട്ട് പോയിട്ട് ഈ ടെൻഡർ വിളിച്ച് വരണം. അതോടുകൂടി നമ്മുടെ കമ്പനിയിൽ വിജയം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ജ്യോതിർമയി. അപ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് പറയണേ. എന്നാൽ നിങ്ങൾ പെട്ടെന്ന് ഓഫീസിലോട്ട് തന്നെ പോകാൻ നോക്കിക്കോ, ഈ ഫയലും കൊണ്ടുപോയിക്കോ എന്ന് പറയണം. ശരി, ഓക്കെ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങുന്നു കേട്ടോ. ഇതേ സമയം ഗൗതം ഓഫീസിൽ കയറി വരികയാണ്. അപ്പോൾ തൻ്റെ മാനേജറെ വിളിക്കുകയാണ്. അത് എവിടെയാണ് ടെൻഡർ ഡോക്യുമെൻറ്റ്സ് നിൻ്റെ അടുത്ത് വെച്ചിരുന്നല്ലോ, അതെവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അത് സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പോൾ പ്രണവ് വന്നിരുന്നു. അവൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. പ്രണവ് സാറ് എന്നോട് ദേഷ്യപ്പെട്ടത് എൻ്റെ കമ്പനിയാണ്, ഞാനാണ് ആ ടെൻഡർ ഡീറ്റെയിൽസ് കൈകാര്യം ചെയ്യുന്നത്, മര്യാദയ്ക്ക് അത് എനിക്ക് എടുത്തതായെന്ന് പറയുമ്പോൾ ഞാൻ കൊടുത്തില്ല. പിന്നീട് കയ്യാങ്കളിയൊക്കെ ആവുമെന്ന് കണ്ടപ്പോൾ ഞാനത് എടുത്തു കൊടുത്തു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ഗൗതം വല്ലാതെ അങ്ങ് ഷോക്കായി പോവാണ്. പിന്നീട് ഗൗതം തൻ്റെ ആ ഒരു ഓഫീസിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം പാറു ആണെങ്കിലും, മോളെ നിധി, നീ പെട്ടെന്ന് വാ, നമുക്ക് അമ്പലത്തിലൊന്ന് പോകണം. എന്തോ മനസ്സമാധാനം കിട്ടുന്നില്ല, വലിയൊരു ആപത്ത് വരുന്നത് പോലെ ആരൊക്കെ എൻ്റെ ചെവിയിൽ ഇരുന്ന് മന്ത്രിക്കുന്നതുകൊണ്ട് നീ പെട്ടെന്ന് വാ എന്ന് പറയാൻ. ശരി അമ്മേ, ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ്സ് മാറുന്ന സമയത്താണ് കേട്ടോ ഗൗതം നിധിയുടെ ഫോണിലോട്ട് വിളിക്കുന്ന. ഉടൻ തന്നെ, എന്താ ഗൗതം? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഡൽഹി യാത്രക്ക് പോകുന്നില്ല. ഇനി ചോദ്യവും പറിച്ചിലൊന്നും വേണ്ട, ഞാൻ ആ ഡൽഹി യാത്രക്ക് പോകുന്നില്ല. ഗൗതം, കാര്യം എന്താണെന്ന് പറയൂ. അപ്പോഴേക്കും, ഇല്ല പറയുന്നില്ല, മതി, മടുത്തു, നീ എന്നെ കുറേ നേരം ഉന്തിത്തള്ളി വിടുന്നു. ഇനി ഞാൻ ഉന്തിത്തള്ളിയാലും ഞാൻ പോകത്തില്ല, ഞാൻ ആ യാത്രക്ക് പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. ഇതേ സമയം എന്ത് പറ്റിയെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം എന്ത് പറ്റിയെന്ന് ഞാൻ പറയണോ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റിയെന്നുള്ളത് പിന്നീട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായത് ആ ടെൻഡറിൻ്റെ ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ആ ഡോക്യുമെൻറ്റ്സും ഫയലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് പ്രണവ് ഇന്നിപ്പോൾ ഓഫീസിൽ വന്ന് അവൻ്റെ അധികാരത്തിലാണ്, അവൻ്റേതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇവിടെ നിന്ന് അത് എടുത്തു കൊണ്ടുപോയി എന്ന് പറയട്ടോ. അപ്പോൾ പാറു പറയാണ്, എന്തൊരു കഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇനി മതി, അവനുമായി പോരടിച്ചും വഴക്കൂടി എനിക്കിനി മുന്നോട്ട് പോകാൻ എനിക്ക് നേരമില്ല. അതുകൊണ്ട് തന്നെ അവൻ അർഹതപ്പെട്ട സ്വത്തുക്കൾ കൊടുത്തോളൂ എൻ്റെ പാറു, എനിക്കൊന്നും വേണ്ട, എനിക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. ഇതൊരുമാതിരി മനസ്സമാധാനമില്ലാതെ ഞാൻ മറ്റാരുടെയോ പയ്യൻ്റെ പോലെ ജീവിക്കുന്നത് എനിക്കെൻ്റെ മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പാറു പറയണേ, അത് നീയല്ലല്ലോ ചിന്തിക്കേണ്ടത്, ഞാനല്ലേ. അവരങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിനക്ക് സ്വത്തുക്കൾ തരണോ വേണ്ടേ എന്നുള്ള തീരുമാനിക്കുന്നത് ഞാനല്ലേ, നീ വളർത്തിയ കമ്പനിയാണ്. അപ്പോൾ നീ എന്നെ ഇത് കൊണ്ടു നടക്കണം. എന്തിനാ പാറു എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അതൊക്കെയുണ്ട്, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, വാ നമുക്ക് അമ്പലത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ അമ്പലത്തിൽ പോകണം കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനിയാണ് കാണിക്കുന്നത്. ശിവാനി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എല്ലാം ഞങ്ങളുടെ കൈക്കുള്ളിൽ വരണം. ആ ഗൗതമൻ നിധിയും ഇഞ്ചിഞ്ചായി മരിക്കുന്നത് കാണാൻ, അവർ സ്വത്തുക്കളൊന്നും ഇല്ലാതെ റോഡിലൂടെ നടക്കുന്ന ആ രംഗം കാണാനാണ് എനിക്ക് മുന്നിൽ കൈ കുപ്പുന്നത്. അല്ലെങ്കിൽ ഞാൻ വരില്ല. അതുകൊണ്ട് അവരെ തകർക്കണം, ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങളെ കയ്യിലെത്തണം, എന്നിട്ട് ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാവണം, ആ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേരിലാവണം, എന്നിട്ട് വേണം പ്രണവിൻ്റെ പേരിലായാൽ എനിക്കതൊക്കെ തട്ടിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് പൂജാരി പ്രസാദവുമായി വരുന്നത്. അങ്ങനെ ആ പ്രസാദവും വാങ്ങിച്ച് ഈ ശിവാനി ഇറങ്ങുന്നത് ഇവരുടെ മുന്നിലോട്ടാണ് കേട്ടോ, പാറുവിൻ്റെയും നിധിയുടെയും.
ഓ ശകുനം മുടക്കികളായി രണ്ടെണ്ണം വന്നിരിക്കുന്നു. എന്താടി നീ പറഞ്ഞത് എന്ന് നിധി ചോദിക്കുകയാണ്. അതെ, 2 ശകുനം മുടക്കികൾ. അത് കേൾക്കുന്ന പാറു പറയണ, ആരെയാണ് നീ പറയുന്നത്? നിന്റെ ഭർത്താവിൻ്റെ അമ്മയാണ്. ഭർത്താവിൻ്റെ അമ്മയാത്ര സ്വന്തം മകനെ സ്നേഹിക്കാതെ ദത്തുപുത്രനെ സ്നേഹിക്കുന്നു. നിങ്ങളൊരു അമ്മയാണോ? അത് കേൾക്കുന്ന പാറുവിനെ അങ്ങ് ദേഷ്യം പിടിച്ച് ശിവാനിയുടെ കഴുത്തിനങ്ങ് പിടിക്കണം. എടി കുറേയായി എൻ്റെ കുഞ്ഞിനെ നീ ഇട്ട് വേദനിപ്പിക്കുന്നു. ഇനി ഞാൻ നിന്നെ കൊല്ലത്തുള്ളൂ. എൻ്റെ മകനെ നീ എന്നിൽ നിന്ന് അകത്തിക്കൊണ്ടുപോയത് അവനെ കൊല്ലാനാണ്, അല്ലാതെ അവനെ വളർത്താനല്ല. നിനക്കൊരു ഭർത്താവ് എന്ന് സ്നേഹത്തിന് കൊടുക്കാനുമല്ല, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞിട്ടും പാറു എന്ത് ചെയ്യുന്ന ഇവിടെ ശിവാനിയുടെ കഴുത്തിന് ഇങ്ങനെ പിടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നിധി വേറെടുത്താണ്, മതി നിർത്തടി എന്ന് പറയണേ. ആ സമയം ഉടൻ തന്നെ ഞാൻ നിർത്തില്ല, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, ഇന്ന് മുതൽ ഞാൻ തുടങ്ങുകയാണ്. ആ ഡോക്യുമെൻറ്റ്സ് ഞങ്ങളുടെ കൈകളിലെത്തി. ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ അവിടെ ഡൽഹിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്നോട് CKCയും ജ്യോതിർമയും പറഞ്ഞിരിക്കുന്ന അവിടെ നല്ലൊരു പ്രശസ്തനായൊരു വക്കീലുണ്ട്, 50 ലക്ഷം ഫീസ് കൊടുക്കുന്ന ആ വക്കീൽ മുഖേന ഞങ്ങൾ കേസിന് പോവുകയാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ സ്വത്തുക്കളും ഞങ്ങൾക്ക് കിട്ടണമെന്ന്. ഞങ്ങളാണല്ലോ ഈ നിൽക്കുന്ന പാറുവിൻ്റെ മകൻ ആയ പ്രണവ്, വേറൊരു മകനില്ലല്ലോ. അത് കേട്ട ഉടനെ അത് നീ തീരുമാനിക്കേണ്ടതെന്ന് പാറു ചോദിക്കാൻ കേട്ടോ. പിന്നെ ഞങ്ങളല്ലാതെ വേറെ ആര് തീരുമാനിക്കണം? നിങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, അത് പ്രണവാണ്. അപ്പോൾ പ്രണവിന് സ്വത്തുക്കളെല്ലാം പ്രണവിൻ്റെ പേരിലാക്കാനുള്ള നടപടിയാണ് ഞങ്ങളുടെ മുന്നിൽ ഉള്ള ഏകൊരു കോടതിക്ക് മുന്നിൽ ഒരു സമർപ്പിക്കാനുള്ള ഒരു തെളിവെന്ന് പറയുന്നത് ഗൗതം ഒരു ദത്തുപുത്രനാണ്, സ്വന്തം മകനല്ലാത്തത് കൊണ്ട് അവന് സ്വത്തുക്കൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടോ. ഇത് ഇതങ്ങ് പറയുന്നു നിധി കാരണം നോക്കി ഒന്നങ്ങ് അടിക്കാണ്. എടി നീ എന്തിനാടി എൻ്റെ ഗൗതമിനെ കുറിച്ച് എപ്പോഴും ദത്തുപുത്രൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ അപമാനിക്കുന്നത്? അതിന് മാത്രം എൻ്റെ ഗൗതം എന്ത് തെറ്റായിട്ട് ചെയ്ത്? പ്രണവിനെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. നീയാണ് ഇപ്പോൾ പ്രണവും ഗൗതവും തമ്മിലുള്ള പിണക്കം ഉണ്ടാക്കിയത്. ആടി ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഇതല്ല ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇനിയുള്ള എൻ്റെ നീക്കം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ടെൻഡർ നേടുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ പ്രണവൊന്ന് ഡൽഹിയിലോട്ട് പോയിക്കോട്ടെ, പിന്നീട് അവിടെ നിന്ന് വക്കീലിനെ കാണും. അത് കഴിഞ്ഞാൽ ഈ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ പേരിലാക്കും. അത് കഴിഞ്ഞ് ചൂലെടുത്ത് അവിടെ ഇട്ട് അടിച്ച് നിങ്ങൾ രണ്ടെണ്ണത്തിന് പുറത്തിറക്കും എന്നൊക്കെ പറയുമ്പോൾ പാറു പൊട്ടി കരയും കേട്ടോ. ഇതേ സമയം പ്രണവ് ഓഫീസിലെത്തിയിരിക്കുകയാണ്. CKCയും വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രണവ് CKCയെ വിളിപ്പിക്കുകയാണ്, വാ എന്ന് പറയാണ്. എന്നാൽ ഇത് നിർമ്മല കാണുന്നുണ്ട്, ഇവർക്കിടയിൽ എന്തോ ഒന്നുണ്ടല്ലോ. അങ്ങനെ നിർമ്മല ഇങ്ങനെ ഒളിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഈ സമയം പെട്ടെന്ന് ഗൗതം പ്രണവിനോട് CKC പറയണം, ഞാനൊരു ജ്യൂസ് എടുക്കാൻ പറയട്ടെ? എനിക്ക് വേണ്ട, അതൊന്നും പറ്റില്ല, നീ എൻ്റെ ഓഫീസിൽ ആദ്യമായിട്ട് വരികയല്ലേ. അപ്പോൾ ഒന്നാ ഫയൽസ്, ഇതാണ് ആ ഡോക്യുമെൻറ്റ്സ്, ഇതെങ്ങനെ കമ്പനിയിൽ നിന്ന് അതൊക്കെ എടുത്തു, ഞങ്ങളുടെ ഒരു സൂത്രാന്ന് വിചാരിച്ചോ, നിനക്ക് വേണ്ടി എന്നും ചെയ്യും. അതുകൊണ്ട് ഇതാ ആ ടെൻഡർ എഴുതിയ ഡോക്യുമെൻറ്റ്സ്, ഇത് കയ്യിൽ വെച്ചേക്ക്. ഇനി നീ എന്തായാലും പെട്ടെന്ന് പോകാൻ നോക്കിയെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിർമ്മലയാണെങ്കിലും ഗൗതമിനെ കുറിച്ചാണല്ലോ ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഡോറിനവിടെ ചാരി നിൽക്കുമ്പോൾ ഓഫീസിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുകയാണ്, അതെ CKC വിളിച്ചിരുന്നു ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ട്, നിങ്ങളെന്താ ഇവിടെ ഈ ഡോറിനടുത്ത് ചാരി നിൽക്കുന്നത്? അത് ഞാൻ ഇവരുടെ റൂമിലോട്ട് പോകാൻ നിൽക്കുകയായിരുന്നു, ആരോ ഒരു ഗസ്റ്റ് വരുന്നത് കണ്ടു, ജ്യൂസ് എന്തെങ്കിലും എടുക്കണമെന്ന് ചോദിക്കാനായിരുന്നു. ആ ജ്യൂസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അങ്ങനെ നിർമ്മല ഈ ജ്യൂസ് എടുക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഈ ജ്യൂസ് ഇവരുടെ മുന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രണവിനാണെങ്കിലോ ഇവർ കാണുമ്പോൾ എന്തൊരു കണ്ടിന്യൂട്ട് തോന്നി. പ്രണവ് പറയണ ജ്യൂസ് കൊടുത്തതിന് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒന്നും പറയാതെ നിർമ്മല അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഇതേ സമയം പ്രണവ് ജ്യൂസ് കുടിക്കുകയെന്ന് പറഞ്ഞിട്ട് പ്രണവിന് ഈ ഫയൽ അങ്ങ് കൊടുക്കുമ്പോൾ അവിടെ മേശപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയൊരു ബോൾസ് പോലെ ഒരു സാധനം ഉണ്ടാവട്ടെ, അതങ്ങ് പെട്ടെന്ന് പ്രണവിൻ്റെ മുന്നിലോട്ട് അത് തട്ടിയിടുകയാണ്. അത് കാണുന്നതിനോട് കൂടി പ്രണവ് അത് കൊമ്പിട്ട് അത് എടുക്കാൻ നിൽക്കുന്ന സമയത്ത്, കുനിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സമയത്ത് അതിലോട്ട് പ്രണവിന് ഉറക്ക ഗുളിക ചെറുതായി ചേർത്ത് കലക്കി കൊടുക്കണം കേട്ടോ CKC. അങ്ങനെ ഇത് പ്രണവിനറിയില്ല. പ്രണവ് കുനിഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ CKC ഒന്നും അറിയാത്തതുപോലെ ആ സ്പൂണ് പെട്ടെന്ന് മാറ്റി അവിടെ ഇരിക്കുകയാണ്. പ്രണവാണെങ്കിൽ ഈ ജ്യൂസ് കുടിക്കുമ്പോഴേക്കും പ്രണവിന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും രക്ഷകനായി ഗൗതം എത്താണ്. CKCയുടെയും ശിവാനിയുടെയും മുഖംമൂടി എന്തെന്ന് പ്രണവ് അറിയാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കും കേട്ടോ.